ഹരിശ്രീ ഗണപതിയെ നമസ്കാരം. രാമായണ പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കും രാമായണത്തെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്രദമാകുന്ന ചോദ്യങ്ങളും വിവരണങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വീഡിയോയുടെ 3-ാം ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രധാനമായും യുദ്ധകാണ്ഡത്തിലെ ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലങ്കാദഹനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഹനുമാനിൽ നിന്നും ലങ്കയെപ്പറ്റി ഒരു സമഗ്ര വിവരണം ലഭിച്ച രാമലക്ഷ്മണന്മാരും വാനരസേനയും ദക്ഷിണ സമുദ്ര തീരത്തേക്ക് യാത്രയാകുന്നു. സമുദ്രത്തിൽ സേതുബന്ധനത്തിനായി വരുണനെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രീരാമൻ വാനരന്മാരോട് ആവശ്യപ്പെടുകയും ശ്രീരാമചന്ദ്രൻ തന്നെ അതിനായി 3 ദിവസം ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്തു. വാനരന്മാരിൽ ആരെയാണ് സേതുബന്ധനത്തിൻ്റെ നേതൃത്വം ഏൽപ്പിക്കുവാൻ വരുണൻ ശ്രീരാമനോട് ആവശ്യപ്പെട്ടത്? നളനെ സേതുബന്ധന നേതൃത്വം ഏൽപ്പിക്കുവാനാണ് വരുണൻ ആവശ്യപ്പെട്ടത്. ലങ്കാ നഗരിയിലേക്ക് കടക്കുവാൻ ദക്ഷിണ സമുദ്രത്തിൽ പണിത പാലം ഏത് പേരിൽ അറിയപ്പെടുന്നു? രാമസേതു എന്ന പേരിൽ. സേതുബന്ധന സമയത്ത് ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ പരമശിവ ക്ഷേത്രമേതാണ്? രാമേശ്വരം ക്ഷേത്രം. രാമേശ്വരം യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന ഭക്തർ കൊണ്ടുവരുന്ന തീർത്ഥം ഏത് പേരിൽ അറിയപ്പെടുന്നു? കോടി തീർത്ഥം എന്ന പേരിലാണ് രാമേശ്വരത്തെ തീർത്ഥം അറിയപ്പെടുന്നത്. രാവണനാൽ ഭ്രഷ്ടനാക്കപ്പെട്ട വിഭീഷണനെ ശ്രീരാമ സന്നിധിയിൽ മാല ചാർത്തി സ്വീകരിച്ചത് ആരാണ്? അംഗദൻ. ആരായിരുന്നു മാല്യവാൻ? രാവണ മാതാവായ കൈകസിയുടെ പിതൃസഹോദരനായിരുന്നു മാല്യവാൻ. സീതാദേവിയെ തിരികെ ശ്രീരാമചന്ദ്രൻ നൽകി അദ്ദേഹവുമായി സഖ്യം ചെയ്യണം എന്നാണ് മാല്യവാൻ രാവണനോട് ആവശ്യപ്പെട്ടത്. 100 യോജന സേതുബന്ധനത്തിനായി വാനരന്മാർ എത്ര ദിവസം എടുത്തു? 5 ദിവസമാണ് സേതുബന്ധനത്തിനായി വാനരന്മാർ എടുത്തത്. യുദ്ധാരംഭത്തിന് മുൻപായി ശ്രീരാമൻ തൻ്റെ ദൂതുമായി അംഗദനെ രാവണ സന്നിധിയിലേക്ക് അയച്ചു. ഒന്നുകിൽ സീതാദേവിയെ തിരികെ നൽകി ക്ഷമാപണം നടത്തുക, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക എന്ന ദൂതാണ് അംഗദൻ രാവണന് നൽകിയത്. വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ നടന്ന രൂക്ഷമായ യുദ്ധത്തിൽ ധൂമ്രാക്ഷൻ എന്ന രാക്ഷസനെ ഹനുമാനും, വജ്രദംഷ്ടനെ അംഗദനും, പ്രഹസ്തനെ നീലനും, കുംഭകൻ, മഹാനാഥൻ, ദുർമുഖൻ, സമുന്നതൻ എന്നിവരെ ജാംബവാനും വധിച്ചു. എത്രാം ദിവസമാണ് രാവണൻ യുദ്ധത്തിനായി പുറപ്പെട്ടത്? യുദ്ധം തുടങ്ങി 3-ാമത്തെ ദിവസം. യുദ്ധഭൂമിയിൽ എത്തിയ കുംഭകർണനെ ശ്രീരാമന് കാണിച്ചു കൊടുത്തത് ആരായിരുന്നു? വിഭീഷണൻ. ആരുടെ പുത്രനായിരുന്നു അതികായൻ? രാവണ പുത്രനായിരുന്നു അതികായൻ. യുദ്ധഭൂമിയിൽ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് മേഘനാഥൻ ബോധരഹിതരാക്കിയ രാമലക്ഷ്മണന്മാരെ കാണിക്കുവാൻ രാവണൻ പുഷ്പക വിമാനത്തിൽ ആരെയാണ് കൊണ്ടുവന്നത്? സീതാദേവിയെ. ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ ആരൊക്കെ? വിഭീഷണൻ, ജാംബവാൻ, ഹനുമാൻ എന്നിവരാണ് ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ. ബോധരഹിതരായ രാമാദികളെ രക്ഷിക്കുന്നതിനുള്ള ഔഷധങ്ങൾ എവിടെ നിന്നും കൊണ്ടുവരാനാണ് ജാംബവാൻ ഹനുമാനോട് ആവശ്യപ്പെട്ടത്? ഋഷഭാദ്രിയിൽ നിന്നും. ഔഷധങ്ങൾക്കായി പോയ ഹനുമാന് മാർഗവിഘ്നം വരുത്തുവാൻ രാവണൻ നിയോഗിച്ച രാക്ഷസൻ ആരായിരുന്നു? കാലനേമി എന്ന രാക്ഷസൻ. ഒരു സന്യാസിയുടെ വേഷമാണ് കാലനേമി ധരിച്ചത്. ഋഷഭാദ്രിയിൽ നിന്നും കൊണ്ടുവന്ന ഔഷധങ്ങൾ ഏതെല്ലാം? മൃതസഞ്ജീവനി, വിശല്യകരണി, സന്താനകരണി, സുവർണകരണി എന്നിവ. കുംഭകർണ പുത്രന്മാർ ആരൊക്കെയായിരുന്നു? കുംഭൻ, നികുംഭൻ എന്നിവരാണ് കുംഭകർണ പുത്രന്മാർ. ഇവരിൽ കുംഭനെ യുദ്ധത്തിൽ സുഗ്രീവനും നികുംഭനെ ഹനുമാനും വധിച്ചു. തനിക്ക് യുദ്ധത്തിൽ വിജയം ലഭിക്കുന്നതിനുള്ള ഹോമം ഇന്ദ്രജിത്ത് നടത്തിയത് എവിടെ വച്ചായിരുന്നു? നികുംബലയിൽ വച്ച്. ഇന്ദ്രജിത്തും ലക്ഷ്മണനും തമ്മിലുള്ള യുദ്ധം എത്ര ദിവസം നീണ്ടുനിന്നു? 3 ദിവസം. യുദ്ധത്തിൽ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിച്ചത് എപ്രകാരമാണ്? കണ്ഠം മുറിച്ചാണ് ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ചത്. ലക്ഷ്മണനും മേഘനാഥനുമായുള്ള യുദ്ധത്തിൽ ഐന്ദ്രാസ്തമയത്ത് മേഘനാഥന്റെ ശിരസ് എവിടെയാണ് പതിച്ചത്? രാവണ സന്നിധിയിലാണ് മേഘനാഥന്റെ ശിരസ് ചെന്ന് പതിച്ചത്. യുദ്ധവിജയത്തിനായി രാവണൻ നടത്തുന്ന ഹോമം മുടക്കുന്നതിനായി എത്തിയ വാനരന്മാർക്ക് ഹോമസ്ഥലം കൈമുദ്ര കൊണ്ട് കാണിച്ചു കൊടുത്തത് ആരാണ്? വിഭീഷണ പത്നിയായ സരമയാണ് കൈമുദ്ര കൊണ്ട് ഹോമസ്ഥലം കാണിച്ചു കൊടുത്തത്. അംഗദനെയാണ് സരമ ഹോമസ്ഥലം കാണിച്ചു കൊടുത്തത്. യുദ്ധത്തിൽ രാവണന്റെ വേൽ ഏറ്റ്
ബോധരഹിതനായ ലക്ഷ്മണന് ദിവ്യ ഔഷധം ഉപദേശിച്ചത് ആരാണ്? സുഷേണൻ. വിശല്യകരണി എന്ന ഔഷധം ഉപയോഗിച്ചാണ് ലക്ഷ്മണന്റെ ബോധക്ഷയം അകറ്റിയത്. രാമരാവണ യുദ്ധം നടക്കുമ്പോൾ ശ്രീരാമന് രഥം അയച്ചു കൊടുത്തത് ആരായിരുന്നു? ദേവേന്ദ്രനാണ് ശ്രീരാമന് രഥം അയച്ചു കൊടുത്തത്. മാതലിയായിരുന്നു രഥത്തിന്റെ സാരഥി. രാമരാവണ യുദ്ധത്തിൽ അഗസ്ത്യമുനി ശ്രീരാമനെ സന്ദർശിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ശ്രീരാമന് വിജയമാർഗമായി ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിക്കുന്നതിന് വേണ്ടിയാണ് അഗസ്ത്യമുനി ശ്രീരാമനെ സന്ദർശിച്ചത്. ആരായിരുന്നു ആദിത്യന്റെ പിതാവ്? കശ്യപനാണ് ആദിത്യന്റെ പിതാവ്. രാമരാവണ യുദ്ധം എത്ര ദിവസം നീണ്ടുനിന്നു? 7 ദിവസം. രാവണന്റെ ശേഷക്രിയകൾ നടത്തിയത് ആരാണ്? വിഭീഷണനാണ് രാവണന്റെ ശേഷക്രിയകൾ നടത്തിയത്. തുടർന്ന് വിഭീഷണനെ ലങ്കയിലെ രാജാവായി ലക്ഷ്മണൻ അഭിഷേകം ചെയ്തു. ശ്രീരാമൻ രാവണനെ വധിച്ച വിവരം സീതാദേവിയെ അറിയിച്ചത് ആരായിരുന്നു? ഹനുമാനാണ് രാവണ വധം സീതാദേവിയെ അറിയിച്ചത്. തന്റെ ചാരിത്രത്തിൽ ശ്രീരാമന് വിശ്വാസം ഉണ്ടാകുന്നതിന് സീതാദേവി ലങ്കയിൽ വെച്ച് അനുഷ്ഠിച്ച കർമ്മം ഏത്? അഗ്നിപ്രവേശമാണ് സീതാദേവി ലങ്കയിൽ വെച്ച് അനുഷ്ഠിച്ച കർമ്മം. സീതാദേവിയുടെ അഗ്നിപ്രവേശനത്തിനുള്ള ചിതയൊരുക്കിയത് ലക്ഷ്മണനും സുഗ്രീവനും ചേർന്നായിരുന്നു. അഗ്നിദേവന്റെ പത്നി ആരാണ്? സ്വാഹാദേവിയാണ് അഗ്നിദേവന്റെ പത്നി. രാവണ വധത്തിനു ശേഷം ശ്രീരാമാദികളെ കാണുന്നതിനായി ദശരഥ മഹാരാജാവ് ആകാശത്തു വന്നത് ശ്രീരാമൻ കാണിച്ചു കൊടുത്തത് ആരായിരുന്നു? ശ്രീ പരമേശ്വരനാണ് ആ കാഴ്ച ശ്രീരാമചന്ദ്രന് കാണിച്ചു കൊടുത്തത്. രാവണ വധത്തിനു ശേഷം ദേവന്മാരോടൊത്ത് ശ്രീരാമ ദർശനം നടത്തിയ ദശരഥൻ തിരികെ എങ്ങോട്ടാണ് പോയത്? അമരാവതിയിലേക്ക്. ദേവേന്ദ്രന്റെ വാസസ്ഥലമാണ് അമരാവതി. രാവണ വധത്തിനു ശേഷം ശ്രീരാമന്റെ വനവാസ കാലയളവിൽ എത്ര ദിവസം ബാക്കിയുണ്ടായിരുന്നു? 1 ദിവസം. യുദ്ധത്തിൽ മരിച്ചുപോയ വാനരന്മാർക്ക് പുനർജന്മം നൽകുവാൻ ശ്രീരാമൻ ആരോടാണ് ആവശ്യപ്പെട്ടത്? ദേവേന്ദ്രനോടാണ് യുദ്ധത്തിൽ മരിച്ചുപോയ വാനരന്മാർക്ക് പുനർജന്മം നൽകുവാൻ ശ്രീരാമൻ ആവശ്യപ്പെട്ടത്. യുദ്ധാനന്തരം സീതാദേവി ലങ്കയിൽ നിന്നും അയോധ്യയിലേക്ക് കൊണ്ടുപോയത് ആരെയാണ്? ത്രിജടയെയാണ് സീതാദേവി അയോധ്യ യാത്രയിൽ കൂടെ കൂട്ടിയത്. യുദ്ധാനന്തരം അയോധ്യയിലേക്ക് പുറപ്പെട്ട പുഷ്പവിമാനത്തിൽ മണ്ഡോദരി, ധന്യമാല എന്നിവർ കയറാതിരുന്നത് എന്തുകൊണ്ടാണ്? വിധവ കയറിയാൽ പുഷ്പക വിമാനം നീങ്ങുകയില്ല. ഇക്കാരണത്താലാണ് അവർ കയറാതിരുന്നത്. രാവണവധം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴി രാമാദികൾ പുഷ്പക വിമാനത്തിൽ നിന്നും ഇറങ്ങി ദർശനം നടത്തിയ ക്ഷേത്രം ഏതായിരുന്നു? രാമേശ്വരം ക്ഷേത്രം. യുദ്ധാനന്തരം അയോധ്യയിലേക്ക് മടങ്ങുന്ന ശ്രീരാമാദികൾ ആദ്യം ഇറങ്ങിയ രാജധാനി ഏതായിരുന്നു? കിഷ്കിന്ധയിലെ രാജധാനിയിലാണ് ശ്രീരാമാദികൾ ആദ്യം ഇറങ്ങിയത്. ശ്രീരാമാദികൾ വനവാസകാലത്തെ അവസാന ദിവസം താമസിച്ചത് എവിടെയായിരുന്നു? ഭരദ്വാജ ആശ്രമത്തിലായിരുന്നു വനവാസകാലത്തെ അവസാന ദിവസം ശ്രീരാമാദികൾ താമസിച്ചത്. വനവാസം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ ഭരണദണ്ഡായ ചെങ്കോൽ ശ്രീരാമ സന്നിധിയിൽ സമർപ്പിച്ചത് ആരായിരുന്നു? സുമന്ത്രൻ. ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ലക്ഷ്മണനാണ് ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. ഭരതനായിരുന്നു ഘോഷയാത്രയിൽ രഥത്തിന്റെ സാരഥി. ശ്രീരാമനെ അയോധ്യാപതിയായി അഭിഷേകം നടത്തിയത് ആരായിരുന്നു? വസിഷ്ഠ മഹർഷിയാണ് ശ്രീരാമനെ അയോധ്യാപതിയായി അഭിഷേകം നടത്തിയത്. തുടർന്ന് സുഗ്രീവനും മൂന്നാമതായി വിഭീഷണനും ശ്രീരാമനെ അഭിഷേകം നടത്തി. ശ്രീരാമ പട്ടാഭിഷേകത്തിനു ശേഷം ശ്രീരാമൻ യുവരാജാവായി അഭിഷേകം ചെയ്തത് ആരെ ആയിരുന്നു? ഭരതനെ. അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് കൊണ്ടുള്ള ഫലം എന്താണ്? മോക്ഷം. രാമായണ പ്രശ്നോത്തരിയിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളും വിവരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോയുടെ 3ാം ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.